ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചാൽ അത് എത്രത്തോളം മഹത്തരമാകുമെന്ന് കാണുവാനായി ഇന്ന് നാം ചെല്ലുന്നത് എറണാകുളം തോപ്പുംപടിക്കടുത്ത് സൗദിപ്പള്ളിക്ക് സമീപമുള്ള ആരോഗ്യമാത പ്രയർ ഗ്രൂപ്പിലേക്കാണ്. ഇത് ഈ കൂട്ടായ്മയുടെ തുടക്കക്കാരനായ കടപ്പുറത്ത് വീട്ടിൽ ജോസഫ് ചേട്ടൻ. മദ്യത്തിനും മറ്റും അടിമപ്പെട്ടു പോയ തൻ്റെ 25 വർഷം മുൻപുള്ള പഴയകാല ജീവിതത്തിൽ നിന്നും ഈശോയുടെ വചനസ്പർശനം ഏറ്റുവാങ്ങി ഇന്ന് അനേകർക്ക് നമ്മുടെ നാഥൻ്റെ സ്നേഹം പകരുന്ന ഒരു ജീവിതം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ജീവിതങ്ങൾക്കും ആശ്രയം നഷ്ടപ്പെട്ട അനേകം കുടുംബങ്ങൾക്കും പുതിയ സുവിശേഷ ദർശനം നൽകുവാൻ പ്രയത്നിക്കുന്ന വ്യക്തി. തൻ്റെ വീട്ടിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ കൂടാരം വഴി ഈ പ്രദേശത്ത് വചനത്തിൻ്റെ വലിയൊരു വിരുന്നൊരുക്കുവാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു. 26 വർഷമായി അനേകം ആത്മാക്കളെ ബലിപീഠത്തിലേക്ക് ചേർത്തു നിർത്തിയ ഇദ്ദേഹം തൻ്റെ നവീകരണ അനുഭവം നമ്മോട് പങ്കുവെക്കുന്നു. നിത്യജീവൻ്റെ പാതയിൽ വളരെയധികം മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിലെ ദൈവാനുഭവം വന്ന് പങ്കുവയ്ക്കുകയും അവരുടെ ജീവിതത്തിലുണ്ടായ ക്രിസ്തുവാനുഭവം അനേക മനുഷ്യർക്ക് പ്രചോദനമാകാനും അനേകർക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ഒരു തീക്ഷ്ണത ലഭിക്കാനിടയായിട്ടുണ്ട്. ജോസഫ് ചേട്ടൻ ഇതിനകം പലതും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഷാലോമിലെ ജോസഫ് ചേട്ടൻ്റെ ജീവിതത്തിലെ കർത്താവിൻ്റെ ഇടപെടലും കർത്താവ് എപ്രകാരമാണ് ഇദ്ദേഹത്തെ ഒരു പ്രേക്ഷിതനാക്കി തീർത്തതെന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നിത്യജീവൻ്റെ പാതയിൽ ജോസഫ് ചേട്ടനെ കണ്ടുമുട്ടതിലേറെ സന്തോഷമുണ്ട്. നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ജോസഫ് ചേട്ടൻ്റെ ജീവിതം എന്തായിരുന്നു? ഒരു ക്രിസ്തുവിന് മുൻപെന്നും ക്രിസ്തുവിന് പിൻപെന്നും പറഞ്ഞുകൊണ്ട് ക്രിസ്തു അനുഭവമുള്ളവർക്ക് ഒരു മുൻകാല ജീവിതമുണ്ട്. അതൊന്ന് പങ്കുവയ്ക്കുന്നതിൽ ഉപകാരമായിരുന്നു. ഞാൻ ഒരു 15 വയസ്സ് മുതലിങ്ങനെ ജോലിക്കും കൊച്ചു കൊച്ചു ജോലികൾക്കൊക്കെ പുറപ്പെട്ട് അതിൽ വെച്ച് ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോയി, മദ്യപാന കൂട്ടുകെട്ടിലൊക്കെ അങ്ങനെ പെട്ട് അങ്ങനെ ഒരു 1988 എൻ്റെ കല്യാണം നടന്ന് 88 എൻ്റെ ജീവിതമൊക്കെ 85ഓടുകൂടി ജീവിതം പാളി. അത് മീനിൻ്റെ ബിസിനസ്സും ഉണ്ടായിരുന്നു, ചാലെടുത്ത് ചെമ്മിക്കെട്ടുണ്ടായിരുന്നു, പിന്നെ കൃഷിപ്പണിക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഒരു മുതലാളി ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു, ചെല്ലാനത്ത് വന്നവർ ചാലെടുത്തിട്ടുണ്ടായിരുന്നു. ആ ചാലിന് നോട്ടമായിട്ടൊക്കെ ഞാൻ നടന്ന് അതിൻ്റെ ഇടയിൽ മീൻ കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ മദ്യപാനത്തിൻ്റെ കൂമ്പാരമാണ്. എന്ന് പറഞ്ഞാൽ ചാലിൻ്റെ അകത്ത് മാടത്തിലൊക്കെ വെച്ച് കെട്ടി വെച്ചൊക്കെ വാറ്റിയിട്ട് കുടിക്കും. പിന്നെ രാവും പകലും ഇങ്ങനെ ഈ കുടിയുമായിട്ട് വീട്ടിൽ തന്നെ കൂടുതൽ എപ്പോഴും ചെല്ലാറില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പോക്കായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ പരാജയം വന്ന് ബിസിനസ്സിൽ പരാജയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പരാജയം വന്നു കഴിഞ്ഞ് എവിടെ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ പോകത്തക്ക വിധത്തിലായി. അപ്പോൾ വീട്ടിലൊരു പ്രശ്നം സഹോദരന്മാരുമായിട്ട് അങ്ങനെ ഉണ്ടായി. ഞങ്ങൾ ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുക. അപ്പോൾ ഭാര്യയുടെ സ്വർണ്ണമൊക്കെ ഒരു പെങ്ങളെ കെട്ടിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്ന്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു. ഇറങ്ങിപ്പോരുമ്പോൾ ഈ ചുള്ളിക്കയിലുള്ള റോബർട്ട് എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ, അത് മുതലാളി, ഞാൻ ചേട്ടാന്നാണ് ഞാൻ വിളിക്കണേ, ചേട്ടൻ്റെ കൂടെയാണ് അവരുടെ ചാലാന്ന് നോക്കിയത്. അവർക്ക് ഒരു കാർട്ടൻസ് കമ്പനി ഉണ്ടായിരുന്നു. ആ കാർട്ടൻസ് കമ്പനിയിൽ എന്നെ കൊണ്ടുവന്നിട്ട് അവിടെ ചെമ്മീൻ ട്രെയറിൽ ഉണക്കി കൊടുക്കണ ഭാഗമുണ്ട്. അതുകൂടാതെ ആ പണിയില്ലാത്തപ്പോൾ കാർട്ടൻസിൽ കോർഗേഷൻ ഓടിക്കാനായിട്ട് ഹെൽപ്പറായിട്ട് കയറ്റി. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു 150 രൂപ വാടകയ്ക്കൊരു വീടെടുത്ത് തന്നു. ആ ചേച്ചിയുടെ മാല പണയം വെച്ച് വെച്ചാൽ എൻ്റെ കാശൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ ചേച്ചിയുടെ മാല പണയം വെച്ച് എനിക്കൊരു ഹൈന്ദവരുടെ വീടാണ് എടുത്ത് തന്നത്. രാഘവൻ ചേട്ടൻ എന്ന് പറയാം, ഭാസ്കരൻ ചേട്ടൻ്റെ ഭാര്യയുണ്ട്, 2 പെൺമക്കളുണ്ട്. അവിടെ ഒരു കൊച്ചുമുറി തന്നു. അങ്ങനെ 88 അവിടെ വന്ന് താമസമാകും. അപ്പം രാവിലെ ഈ ചേട്ടനൊരു പണി ചെയ്യും. എല്ലാ ദിവസവും കാലത്ത് നിന്ന് ഞാൻ മെഷീനൊക്കെ ഓൺ ചെയ്യണതുകൊണ്ട് വൈകുന്നേരം എന്നെ കൊച്ചു പള്ളിയിൽ 6 മണിക്കത്തെ കുർബാനൊക്കെ കൊണ്ടുപോകും. വളരെ ഏറ്റവും വലിയ സ്പർശനമായ ഭാഗം അതാണ് എൻ്റെ വിശുദ്ധ കുർബാനയിൽ ഞാൻ പോയി എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് 89 അപ്പോൾ വെള്ളമടിയുണ്ട്. വിശുദ്ധ കുർബാന കാർട്ടൻ കമ്പനി പോലും സിഗരറ്റും ബീഡിയും വലിക്കാൻ പാടില്ല. ഞങ്ങൾ ബാത്റൂമിൽ പോയിരുന്ന് അടിക്കും. പിന്നെ ഈ കമ്പനിയുടെ ബാക്ക് വശം ഇപ്പം സാന്തവും കോൾമേൻ്റി വന്നിട്ടുണ്ട്. സാന്താമരിയ അവിടെ കുറേ കാടുകളാണ്. അവിടെ വാടകയ്ക്ക് താമസിക്കണത്.
അന്ന് അവിടെ കൂടി പോകുമ്പോൾ ഇത് കാലത്ത് കുടിച്ചേച്ച് പോകുള്ളൂ. എന്നിട്ട് അറിയാതെ ഏലക്കായൊക്കെ വായിട്ടുണ്ട് നിൽക്കും, അറിയാൻ പാടില്ല. 2 നേരം അത് കുടിക്കും. ഈ 2 ഗ്ലാസ് അന്നേരം കുടിച്ചേച്ചാൽ കയറുന്നത് തന്നെ. അപ്പോഴല്ല അങ്ങനത്തെ ഒരു ഭയങ്കര കുടിയുടെ ഒരു ലാസ്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എനിക്കിത് പറ്റി പിടിക്കണില്ല, എനിക്കിത് ഇങ്ങനെ ഞാൻ ചോദിച്ചു, അടിച്ചിട്ട് എനിക്ക് കേൾക്കണില്ല. അത്രയും അവസ്ഥയിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചേട്ടൻ എല്ലാ ദിവസവും വൈകുന്നേരം കുർബാനക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ചേട്ടൻ്റെ ബാക്കിലിരുത്തി കൊണ്ട് പിന്നെ രാവിലെ 6 മണിക്കത്തെ ചേട്ടൻ്റെ കൂടെ പോയാൽ എനിക്ക് കുടിക്കാൻ പറ്റില്ല. അതിന് രാവിലെ 6 മണിക്ക് കുർബാനക്ക് പോകാൻ തുടങ്ങും. സാന്തോം പള്ളിയിൽ 6 മണിക്ക് ബഹുമാനപ്പെട്ട അലക്സ് കണ്ണിക്കാട്ടൻ അച്ഛനാണ് അന്ന് അസെൻ്റ് ആയിട്ടിരിക്കുന്നത്. തോമസ് പറത്ര അച്ഛനാണ് വികാരിയായിട്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലണത്. അപ്പോൾ 6 മണിക്കത്തെ ഈ കുർബാന പോയി കാണാൻ തുടങ്ങും. അപ്പോൾ എന്താ ചേട്ടൻ്റെ അടുത്തുനിന്ന് വൈകുന്നേരം ഒഴുകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത്. വൈകുന്നേരം ആകുമ്പോൾ പൂസാണല്ലോ, അതിന് വേണ്ടിയാണ്. അങ്ങനെ നടന്ന സമയത്താണ് അങ്ങനെ നടന്ന് അപ്പോൾ ആ കൂട്ടായ്മയിൽ പള്ളി അവിടെ ഒരു പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. അപ്പം ഞാനും അതിൽ കൂടുമായിരുന്നു. കമ്പനി തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥനയിൽ ഞാനും കൂടും. അപ്പം ഞാനാണത് ചിലപ്പോഴൊക്കെ ലീഡ് ചെയ്യണേ. അങ്ങനെ നിൽക്കുമ്പോഴാണ് 89 ഒരു ധ്യാനം, കരസ്മാറ്റിക്കിൻ്റെ കൊച്ചിയിലെ ആദ്യത്തെ ധ്യാനം 89 ചുള്ളിക്കേ പള്ളി ബഹുമാനപ്പെട്ട ആയിക്കംബ്രഹ്മൻ അച്ഛൻ്റെ ധ്യാനം വന്ന്. അപ്പം ഞാനിങ്ങനെ കാർട്ടൻസ് ഉണക്കി നിൽക്കുകയാണ്. ചേട്ടനും എല്ലാവരോടും പറഞ്ഞ് 5 ദിവസത്തെ സാലറി കട്ട് ചെയ്യൽ എല്ലാവരും പൊയ്ക്കുമെന്ന് പറഞ്ഞ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, ജോസി എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചില്ല, അവിടെ ഉള്ള എല്ലാവരും ജോസി മോളി കാർട്ടൻ ഉണക്കണമെന്ന്. പിന്നെ മോളി വന്ന് വെച്ചാൽ എടാ നാളെ ധ്യാനം തുടങ്ങി, നാളെ മുതൽ നീ വരണ്ട, 5 ദിവസം നീ വരണ്ട എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇത്തിരി വായ കൊണ്ട് സമർത്ഥന, ഞാൻ പറഞ്ഞ് സാമ്പിൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ സാമ്പിൾ നോക്കണ ആ വാക്കോടുകൂടി ഞാനങ്ങനെ 5 ദിവസം ഞാൻ പോകാം. പിറ്റേ ദിവസം പോകാൻ നേരത്ത് ഒരിടത്ത് നിന്ന് 10 രൂപ ഞാൻ വായ്പ മേടിച്ച്. എന്നിട്ട് അന്ന് 1.5 രൂപയാണ് ഒരു ഗ്ലാസ്. 4 ഗ്ലാസ് ഞാൻ രാവിലെ വാറ്റ് ചാരായം ഈ സാന്തവും ഗവൺമെൻറ് വെച്ചേക്കണതിൻ്റെ അവിടെ കാടായിരുന്നു, അവിടെ നിന്ന് 4 എണ്ണം അടിച്ച് വെച്ച്. അപ്പോൾ നേരെ മഴയുണ്ട്. മഴക്ക് ഞാൻ നടന്നു പോയി. അപ്പോൾ കൺവെൻഷൻ സ്കൂൾ അങ്ങോട്ട് ഞാൻ ഇപ്പുറത്ത് ചുമത്തേരിയുടെ ഇപ്പുറത്ത് ഒരു ഉറക്കം തൂങ്ങി മരമുണ്ട്. മരത്തിൻ്റെ അവിടെ പോയിട്ട് എനിക്ക് കാലത്തെ വേറൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഞാൻ മരത്തെ ഇങ്ങനെ താങ്ങി നിൽക്കണേ. അപ്പോഴേ നായിക്കംബ്രഹ്മൻ അച്ഛൻ ഏതാണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ കുരിയത്തറ പിതാവ് വിളക്ക് കത്തിച്ച് ദീപം തെളിച്ച് പ്രാർത്ഥിച്ചേച്ചും അച്ഛനെ വിളിച്ച് ദൗത്യം ഏൽപ്പിച്ചേച്ചും അച്ഛൻ ആദ്യം പറഞ്ഞ വാക്ക് ഇതാണ്: അപ്പസ്തോല പ്രവർത്തനം 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റേജ് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഈ വശത്ത് നിൽക്കണേ, ഇങ്ങനെ കൈകൊണ്ടെന്ന് വെച്ചും എൻ്റെ നേരെ വരികയാണേ. അപ്പോൾ ഈ വരല്ല, ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കാണുന്നത് എനിക്കിട്ടാണ് ചൂണ്ടണം എന്നുള്ള തോന്നൽ. ആദ്യം ആ ചൂണ്ടൽ കെട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ്, ഇതെന്താ അച്ഛൻ എന്നെ നോക്കണം, ഞാൻ ക്രിസ്ത്യാനിയല്ലേ, ഞാൻ വിശ്വാസിയല്ലേ, എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരിക, ഞാൻ ക്രിസ്ത്യാനിയല്ലേ വിശ്വാസിയല്ലേ ഇങ്ങനെ ചോദിച്ചു. പിന്നെ അച്ഛൻ ഒന്നുകൂടി 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ആ വചനം പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം അച്ഛൻ്റെ വിരൽത്തുമ്പെന്നൊരു മിന്നാമിനി പോലത്തെ വെട്ടം ഇങ്ങനെ ഓടി ഇങ്ങോട്ട് വന്നിട്ട് വായുടെ നേരെ വന്നപ്പോൾ ഞാനിങ്ങനെ തല പോയി വലിയ മരത്തിട്ട് അടിച്ചപ്പോൾ എൻ്റെ ഭൂവാദം മറഞ്ഞു പോയി. ഞാൻ പെട്ടെന്ന് ഈ വെള്ളം മാറാൻ വേണ്ടി ഞാനിങ്ങനെ അടിച്ചു കൊണ്ടുടനെ ഞാൻ അവിടെ നിന്ന് എങ്ങനെയോ എനിക്കറിയില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് സെക്ടറിൽ 3ാമത്തെ ആളായിട്ട് നിൽപ്പുണ്ട്. എങ്ങനെ പോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ അവിടെ നിന്ന് വചനം കേട്ട് അന്ന് ഞാൻ തീരുമാനമെടുത്ത് മദ്യപിക്കേണ്ട കാര്യം ഇല്ല, ഇനി ഇതെന്തോ ഒരു ശക്തിയാണെന്ന്. അപ്പോൾ എൻ്റെ ഉള്ളിൽ 20 രൂപ പണിയെടുത്തിട്ട് അതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ പിറ്റേ ദിവസം കർത്താവ് ഈ പിള്ളേർക്ക് 2 പിള്ളേരുണ്ട്, 2 പിള്ളേരും ഭാര്യയുമുണ്ട്, വാടക 150 കൊടുക്കണം. അങ്ങനെ ആലോചിച്ച് നിൽക്കണേ. 2ാം ദിവസം ഞാൻ ഈ സെറ്ററിൽ 2ാമത്തെ ദിവസം വന്ന് ഞാൻ ഫസ്റ്റിൽ വന്ന് അന്ന് കുടിച്ചില്ല. വന്ന് നിൽക്കുമ്പോൾ ഒരു ഉച്ചയായപ്പോൾ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഉച്ച ഭക്ഷണത്തിന് മുമ്പ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ മുഴുവനും ധ്യാനം കൂടെങ്കിലും പിള്ളേർക്ക് ഈ ഒരാഴ്ചക്ക് എന്ത് കൊടുക്കും, ഭക്ഷണം കൊടുക്കണ്ടേ എന്നുള്ള ധാരണയിൽ നിൽക്കുമ്പോൾ ഈ ഉച്ചയുടെ സമയത്ത് സ്തുതിക്കണ സമയത്ത് ഒരു കൈ വന്ന് എൻ്റെ മെസ്സേജ്. അപ്പോൾ ആരാന്നൊന്നും അറിയില്ല. ഞാൻ കണ്ണടച്ച് ഞാൻ മറന്ന് സൂചിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ
എല്ലാവരും ഇരുന്ന് ബ്രെഡും വെള്ളവും കൊണ്ടുവരാൻ പോയപ്പോൾ എൻ്റെ ഉള്ളിൽ ഇത് തന്നെ. അപ്പോഴാണ് എൻ്റെ അഴിയിൽ ഈ റോബർട്ടേട്ടൻ ഇരിക്കണേ. റോബർട്ടേട്ടൻ കൊണ്ടുവന്ന ഒരു 500 രൂപ 500 നോട്ട് ഈ കമ്പനിയിലെ മുതലാളി. എന്നിട്ട് പറഞ്ഞ് നീ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഈ 5 ദിവസത്തേക്കുള്ള സാധനം എല്ലാം മേടിച്ചുകൊണ്ട് ധ്യാനം കഴിയുമ്പോൾ ചുള്ളിക്കന്ന് മാർക്കറ്റിൽ നിന്ന് പോടക്കണ്ടത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വേണം പോകാനായിട്ടാ. ഞാൻ നേരത്തെ പോകും, നീ അതൊക്കെ മേടിച്ച് വേണം പോകാനായിട്ട്. നാളെ സ്വസ്ഥമായിട്ട് ഭാര്യയും മക്കളും എല്ലാവരും ഒക്കെ വന്ന് കൂടണം കേട്ടോ. ഞാൻ അത് കണ്ടപ്പോൾ പിന്നെ സന്തോഷമായി. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ അന്ന് മുതൽ പിന്നെ കുർബാന. ആ ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കമ്പനി നിൽക്കാൻ പാടില്ലാത്ത ഒരു വെള്ളിയാഴ്ച ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കാലുവേദന വരും. കാലുവേദന വന്നാൽ എനിക്ക് മിഷ്യത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കാലുവേദന വന്നാൽ ഞാൻ വീണ് പോകും. വീണ് കഴിയുമ്പോൾ എന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ലക്ഷ്മി ഹോസ്പിറ്റലിൽ അടുത്ത അവിടെ കൊണ്ടുപോയി കിടത്തി ഒരു എളിക്ക് 2 ഇഞ്ചക്ഷൻ ചെയ്ത് പിറ്റേ ദിവസം ഞാൻ പോകും. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താമസിക്കണ വീടിൻ്റെ അടുത്ത് ഒരു മോളി ജോയ് എന്നും പറഞ്ഞൊരു മാത്തമ്മ അമ്മച്ചിയുണ്ട്. അപ്പോൾ ഞാൻ 6 മണിക്ക് പള്ളിയിൽ പോയിച്ചും വന്ന മാത്തമ്മ അമ്മച്ചിയുടെ വീട്ടിൽ കയറുമ്പോൾ എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ വരും. അത് കഴിഞ്ഞ് വെച്ചാൽ ഈ രോഹിണി അമ്മച്ചിയുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ ജോലിക്ക് പോകണം. അവരെല്ലാവരും കൂടി പറഞ്ഞ് ജോസി ഒരു കൗൺസിലിങ്ങിന് പോകും. ഒരു ധ്യാന സ്ഥലമുണ്ട് വിറ്റർവേറിൻ്റെ അവിടുത്തെ ധ്യാന സ്ഥലത്ത് പോകും. അവിടെ ചെല്ലുമ്പോൾ ബ്രദർ ഒരു കൗൺസിലിങ് അവിടെ ചെന്നപ്പോൾ കൗൺസിലിങ് അയച്ചെന്നെ. ഞാൻ കാണാൻ ചെന്നപ്പോൾ കൗൺസിലിങ് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ തന്നെ പറഞ്ഞ് കരിപ്പാലത്ത് എൻമാനുവൽ അച്ഛൻ മരിച്ചുപോയി. ചെന്ന് ഞാനും ഭാര്യയും കൂടി പിറ്റേ ദിവസം കൗൺസിലിങ് ചെന്നപ്പോൾ അച്ഛനൊരു 8 മണിയായപ്പോൾ വാതിലും തുറന്ന് ഇങ്ങോട്ട് വന്ന്. അങ്ങനെ അച്ഛൻ ഇരുത്തിയേച്ചും ഓരോ കാര്യങ്ങളിനെ പറയാൻ തുടങ്ങി. 3-ാം പ്രമാണം വന്നപ്പോൾ ഞാൻ ആകെ മറിഞ്ഞുപോയി. എൻ്റെ ഏറ്റവും വലിയ പാപം പരിശുദ്ധ കുർബാനയുടെ സഭയോടുള്ള 3-ാം പ്രമാണത്തിൽ. അപ്പോൾ എന്നോട് ഈ ബ്രദർ കൗൺസിലിങ്ങിന് പോകുമെന്ന് പറയണം, താൻ കുമ്പസാരിച്ചിട്ട് 35 കൊല്ലം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് അരിശമായിരുന്നു ആ ബ്രദറിനോട്. ഞാൻ എല്ലാ ദിവസവും കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെ പറഞ്ഞ് ഞാനവിടെ 3-ാം പ്രമാണം പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരുമ്പോൾ 35 കൊല്ലം എൻ്റെ സ്ക്രീനിൽ കാണണേ. അന്ന് പൊട്ടിക്കരഞ്ഞ് ഞാൻ ഭാര്യനെ വിളിയെന്ന് പറയും. 7-ാം പ്രമാണം വരെ ആക്കിയച്ചും ഭാര്യനെ വിളിച്ച് എന്നാ മുറി തന്നെ മാറ്റി നിർത്തി ഭാര്യനായിട്ട്. പിന്നെ 2 പേരും കൂടി. അപ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറയണത് ഞാൻ കല്യാണം കഴിച്ച് മലയാറ്റൂരിൽ നിന്നാണ്. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം ഞങ്ങൾ ചെല്ലാനത്തു നിന്ന് മലയാറ്റൂർ പോയി. മലയാറ്റൂരിൽ നിന്ന് പുതുക്കം കൊണ്ടുവരാൻ വണ്ടി പോരുമ്പോൾ ഞാൻ മലയാറ്റൂർ അഴിമല പള്ളിയിൽ നിന്ന് ഞാൻ മാറിക്കളഞ്ഞ്. പിന്നെ എന്നെ ഒരു പാടത്തു നിന്ന് ശവം എടുത്തേണ്ട വന്ന പോലെ അത്രയും ബോധാവസ്ഥയിലാണ് വെള്ളം അടിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന ആ ഭാര്യ ഒരുപാട് ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്നെ തിരിച്ച് ഭാര്യനെ എപ്പോഴും കൊന്ത കയ്യിൽ നിന്ന് മാറ്റില്ല. കാണാപ്പാടം കംപ്ലീറ്റ് കാണാപ്പാടം കൊന്ത ചെല്ലാൻ അറിയാം, എല്ലാം ചെല്ലാനറിയാം. അവിടെ ഒരു അച്ഛനുണ്ട് ഞങ്ങൾക്ക്, ഭാര്യയുടെ ചേച്ചിയുടെ മകൻ അച്ഛനാണ്, പിന്നെ മാർട്ടിൻ പൂണുള്ളി. ആ അച്ഛനൊക്കെ കാറ്റഗിസം പഠിപ്പിച്ചു കൊടുത്ത എൻ്റെ ഭാര്യയും അവരെപ്പോഴും അവിടെ ചെല്ലുമ്പോൾ പറയണം ഞങ്ങളുടെ കാറ്റഗിസം ടീച്ചറാണെന്ന് പറയും. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഇവിടെ വന്നു. പിന്നെ രണ്ടാമത് ഈ കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞ് കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ കരിപ്പാലത്തെ ആശ്രമത്തിലെ കുരിശിൻചോട്ടിൽ ആദ്യം പാവം പറഞ്ഞു തന്നിട്ട് പറഞ്ഞ് ഇനി അച്ഛൻ കുമ്പസാരക്കുട്ടി വരും, അപ്പോഴാണ് കർത്താവ്. ആ കർത്താവ് ക്ഷമിക്കും അവൻ്റെ എല്ലാ പാവങ്ങളും. എന്നിട്ട് കുമ്പസാരക്കുട്ടി എന്ന് ഞങ്ങൾക്ക് 2 പേർക്കും എൻ്റെ കുമ്പസാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് 2 പേരും കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ 7 പേരെയും കൗൺസിൽ ചെയ്യാനായിട്ട് ഞങ്ങളെ 2 പേരെയും എത്തിച്ചും പറഞ്ഞ് മകനെ കർത്താവ് തൊട്ടേക്കണേ. മകൻ രാവിലെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണർന്നിട്ട് പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ പ്രഭാതത്തിൽ ഉണർന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹിന്ദുക്കളുടെ വീട്ടിലാണല്ല. അങ്ങനെ ഞാൻ ചെന്ന് ആ ചേച്ചിയോടൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ജോസി എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരുന്ന് വെളുപ്പിനെ ഒക്കെ പ്രാർത്ഥിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് മുതൽ ഒരു ബൈബിളില്ലായിട്ട് ഒരു ബൈബിളിന് ഞാൻ കരഞ്ഞ ഒരു ദിവസങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ആ ബൈബിള് ഒരു ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നു. ആ ബൈബിളുമായിട്ട് വായിക്കാൻ തുടങ്ങി. വെളുപ്പിനിരുന്ന് സങ്കീർത്തനങ്ങളും ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് 3 മണിക്ക് 2 മണിക്കും 4 മണിക്കും ഒക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥന അവിടെ മുതൽ അങ്ങനെ നിന്നപ്പോൾ ആ കമ്പനിയിലൊരു സമരം വന്ന് ഡെവലപ്മെൻ്റ് എല്ലാം പൊട്ടി അവിടുത്തെ ഇതാണ്. അപ്പോൾ ഈ ചേട്ടൻ പറയാം എന്ത് ചെയ്യുമെന്ന് വെച്ച് ഞാൻ പറയും നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്നാണ്.
അങ്ങനെ എങ്ങനെ ഉപവാസം നമുക്ക് ഒരു നേരം ഭക്ഷണം ഒരു ദിവസം ഒരു നേരം മാത്രം കാലത്ത് കാപ്പിയാണെങ്കിൽ അത് മതി. അങ്ങനെ 41 ദിവസം ഉപവാസം പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനും ചേട്ടനും എല്ലാവരും അങ്ങനെ കമ്പനി പ്രാർത്ഥന ലീഡർ ഞാൻ. അങ്ങനെ 41ാമത്തെ ദിവസം ടാറ്റ ടെറ്റ്ലയുടെ കാട്ടനാണ് കൊടുക്കുക. 3.5 ലക്ഷം രൂപയുടെ കാട്ടൻ മടങ്ങിക്കിടക്കണേ. 41ാമത്തെ ദിവസം ജോസഫ് പാണിയച്ചൻ വന്ന് ഞങ്ങൾക്ക് ഈ ഉപവാസം തീർത്ത് ഞങ്ങൾക്ക് പാൽപ്പായസം തരുമ്പോൾ ഫോൺ റിസീവർ എടുത്ത് താഴ്ത്തി വെച്ചേക്കണേ. അത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5 മണിക്കത്തെ ഷിഫ്റ്റിന് ഞങ്ങൾ കയറാൻ നേരത്ത് കാട്ടനെല്ലാം കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ എൻ്റെ അടുത്ത് ഓടി വരികയാണ്. ഞങ്ങൾ സാന്തോമില പ്രാർത്ഥനാ ഗ്രൂപ്പിൽ 7 പേരാണ് പ്രാർത്ഥിക്കുന്നത്, എലക്സ് കണ്ണിക്കട്ടൻ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ഓടി വന്നു വെച്ച് പറഞ്ഞു, ജോസി എന്ത് ചെയ്യുന്നു വെച്ച്. അപ്പോൾ ഞാൻ പ്രിൻ്റ് ചെയ്യണ പടിഞ്ഞാറ് പ്രസ്സിലാണ്, പ്രിൻറ്റിങ് പേപ്പർ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു. എന്നെ തിരക്കി വന്നു പറഞ്ഞു. അപ്പോൾ ലിവിയാനസ് എന്നായ പുള്ളി മരിച്ചു. ഈ ചേട്ടനെ കണ്ടുവെച്ചും പറഞ്ഞു, ജോസി എന്ത് ചെയ്യും. ജോസി പടിഞ്ഞോട്ട് കട്ടൻസ് ഇതെടുക്കാൻ പോയിക്കണെന്ന്, പ്രിൻറ്റിങ് പേപ്പറാണ്. എന്നിട്ട് എന്താണ് ലിവിയാനസ് എന്ന് പറഞ്ഞ് ആ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ജോസിക്ക് വീടും കിട്ടി, കാശും കിട്ടി, സ്ഥലവും കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ എന്നോട് പറഞ്ഞ്, ജോസി എളുപ്പം അലക്സച്ചൻ വിളിക്കണം അങ്ങോട്ട് വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അലക്സച്ചൻ പറഞ്ഞ്, ജോസഫേട്ടാന്നാണ് വിളിക്കണം. ജോസഫേട്ടനെ ഞങ്ങളുടെ ഈ ഇടവയിൽ നിന്ന് വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ സാന്തോമരിയ കോൾമെൻറ്റ് വന്നുണ്ട്. ആ കോൾമെൻറ്റുകാർ 3 വീട് കൊടുക്കുന്നുണ്ട്. അതിലൊരു വീട് ഇത്തിരി കാശങ്ങാട് കൊടുക്കുമ്പോൾ വീടും സ്ഥലവും കൂടി മേടിച്ചു തരും, ബാക്കി റിപ്പയറിങ് ആണ്. അത് ഞങ്ങൾ തീരുമാനിച്ചിട്ട് ജോസഫേട്ടനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് ജോസഫേട്ടൻ ഒരു 10,000 രൂപ കൊണ്ടുവന്ന് തന്നെ വീടും സ്ഥലവും അന്വേഷിച്ച് അങ്ങനെ തന്നെ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ പള്ളി ചെന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒരു വീട് മേടിക്കാനുള്ള അവസരമൊന്നുമില്ല. 41 ദിവസം ഉപവാസം മാത്രമേ കർത്താവുമായിട്ട് എടുത്തോളൂ. അങ്ങനെ അച്ഛൻ പറഞ്ഞ് കോൾമെൻറ്റിൽ അട്ടിയായിരുന്നു പറഞ്ഞു. അപ്പോൾ കോൾമെൻറ്റിൽ സുപ്പീരിയറിൻ്റെ അടുത്ത് പറഞ്ഞു, ജോസഫേട്ടൻ 10,000 രൂപ ജോസഫേട്ടൻ കൊണ്ടുവരണം. അപ്പോൾ 40,000 രൂപയ്ക്ക് ആ വീടും സ്ഥലവും കിട്ടും, 30,000 രൂപ ഞങ്ങളെടുക്കും. 10,000 രൂപ ഞാൻ അങ്ങനെ സിസ്റ്ററിനോട് പറഞ്ഞ്, സിസ്റ്ററെ 10,000 രൂപ പോയിട്ട് 10 പൈസ പോലും എൻ്റെ ഇല്ല. പിന്നെ എനിക്ക് ഇനി ഇത് വീട് മേടിച്ചു തന്നില്ലെങ്കിലും എനിക്ക് വീട് കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് ഇനി വീട് കിട്ടിയില്ലെങ്കിലും എനിക്ക് വീട് അങ്ങനെ ആ വീടിന് വേണ്ടി 10,000 രൂപ കോടാന്ന്. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞ്, ജോസഫേട്ടൻ എല്ലാ ദിവസവും വെളുപ്പിന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കറിയാം. വെളുപ്പിന് നാളെ മുതൽ ഈ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ വെളുപ്പിന് വേണ്ടി സങ്കീർത്തനത്തിൽ 127 ചൊല്ലി കർത്താവ് വീട് പണിയെന്നില്ലെങ്കിൽ അധ്യായം വായിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് 6 മണിക്കത്തെ കുർബാന. 5 ദിവസം കൊണ്ട് 10,000 രൂപ എൻ്റെ കിട്ടി. അതുകൊണ്ട് കൊടുത്ത് 11,000 കിട്ടി. 11,000 രൂപ കിട്ടിയപ്പോൾ ആ കാശ് അങ്ങനെ തന്നെ കൊണ്ട് ഇതെന്തിനാ 11,000 1,000 രൂപ കൊച്ചിങ്ങ കൊണ്ട് കഞ്ഞി വെച്ചോളൂ, 30,000 ഞങ്ങളുടെ എന്ന് പറഞ്ഞ് അങ്ങനെ ആധാരം രജിസ്റ്റർ ചെയ്തതാണ്. ഒരു കൊച്ചു വീട്, 7 കഴുക്കോലിൻ്റെ ഒരു കൊച്ചു വീട്. അത് കിട്ടിയപ്പോഴേ ഇത് മാതാവിനുള്ളതാണ്, ഞങ്ങൾ വാടകക്കാരുമാണ്. സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അതെ, അവിടുത്തെ ആശ്രയിക്കുന്ന ജീവിതങ്ങൾ എത്രയോ ഭാഗ്യമുള്ളവ തന്നെ. അനേകം ശുശ്രൂഷകൾക്ക് ആരോഗ്യമാതാ ജപമാല ഗ്രൂപ്പ് ഇന്ന് നേതൃത്വം നൽകുന്നു. ഇവരുടെ വാർഷിക ദിനം വലിയ ആഘോഷപൂർവ്വം ഇവർ കർത്താവിന് നൽകുന്നു. ഇടവകയിലെ എല്ലാവർക്കും ഇവർ തന്നെ നിർമ്മിച്ച ജപമാല നൽകിയും അംഗങ്ങളെല്ലാവരും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചും ഒരേ നിറത്തിലുള്ള ഉടുപ്പണിഞ്ഞും കുടുംബമായി ഇവർ ബലിയർപ്പിക്കുന്നു. ആ ധ്യാനത്തിൽ വെച്ച് കർത്താവ് നന്നായിട്ട് സ്പർശിച്ചു. പിന്നീട് ആ ദൈവാനുഭവം എങ്ങനെ കുടുംബത്തിൽ നിന്ന് കാണുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയും മറ്റു ശുശ്രൂഷയിലേക്കും വരാനിടയായെന്നൊന്ന് വിവരിക്കാമോ? അതിങ്ങനെ അവിടെ നിന്ന് വന്ന് പിന്നെ അവിടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങളെ ഒരു സാന്തംപള്ളിയിൽ ലൂവിസ് കാട്ടിപ്പറമ്പനച്ഛൻ അവിടെ ഒരു മാതാവിൻ്റെ പള്ളിയിൽ ഒരു ദിവസത്തെ 1 ഡേ പ്രോഗ്രാം എന്നോട് നടത്താൻ പറഞ്ഞു. അവിടെ മൈക്ക് സെറ്റ് വഞ്ചരിച്ച് എൻ്റെ തലയിൽ കഴിച്ച് അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സന്ദേശം വരെ പടിഞ്ഞാറുന്ന് ആരോ എന്നെ തിരക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ആ സ്ഥലം മേടിച്ചാണ് സൗദി പള്ളിയുടെയും സാന്തോമിൻ്റെയും നടുക്കായിട്ട് വരും. അത്തിപ്പഴി കുരിശുവരയുടെ പടിഞ്ഞാറ് വശത്ത് വരും. അപ്പോൾ അവിടെ ഒരു കുറച്ച് പേര് വന്നിട്ട് ഒരു ധ്യാനം തുടങ്ങണമെന്നും പറഞ്ഞു. അപ്പോൾ ധ്യാനത്തിന് പ്രാർത്ഥിക്കാനായിട്ട് ആരുമില്ല.
അങ്ങനെ 12ാം യൂണിറ്റ് സൗദി പള്ളിയിലെ 12ാം യൂണിറ്റ് പഴയ പാട്ടുകാരൻ ആ വ്യക്തി വന്നിച്ചും അച്ഛനോട് പറഞ്ഞ് സ്റ്റീഫൻ പഴമ്പശ്ശേരി അച്ഛനോട് പറഞ്ഞ് ജോസഫ് എന്നെ വിളിച്ചാൽ മതി എന്ന്. അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് പേടിയാണ് പ്രാർത്ഥിക്കാൻ, ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ ആരാണ് കർത്താവ് ചെന്ന് വെച്ചും പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞില്ല അച്ഛൻ എനിക്ക് പേടിയാണെന്ന്. അങ്ങനെ പിന്നെ രാത്രി പോയി കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഒരു കുരിശുരൂപം ഒരു മലക്കെട്ടും കാണുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റാനില്ല. കുരിശുരൂപം മലക്കെട്ട് ഈ പള്ളിയുടെ അകത്ത് അൾത്താരയാണ്, പഴയ പള്ളിയുടെ അൾത്താരയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിറ്റേ ദിവസം 5 മണിക്ക് വെളുപ്പിന് ഞാൻ എണീറ്റി. അപ്പോൾ എല്ലാ ദിവസവും 5:30 കുർബാനക്ക് ഭാര്യയും ഞാനും ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കും. അത് ഇന്ന് വരെ 5:30 കുർബാന. ഞായറാഴ്ച ഏതെല്ലാം ശുശ്രൂഷ ഉണ്ടായാലും ഇടപ്പള്ളി 5:30 കുർബാന ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരിക്കും. അതിൽ കാല് പാടില്ലാതെ വന്നിട്ട് പോലും ഞങ്ങൾ നിരങ്ങി വരെ പോയിട്ടുണ്ട്. അത്രയും ഇതാണ്. അത് ഞായറാഴ്ച ഇടപ്പള്ളിയിലെ കുർബാന. ബാക്കി തിങ്കൾ മുതൽ ശനി വരെ അവിടുത്തെ. അങ്ങനെ അവിടെ അച്ഛൻ പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ പറഞ്ഞു മോളി എനിക്ക് ഇന്ന് അച്ഛനെ കാണണം, എനിക്ക് കിടക്കാനൊക്കെ ഉള്ളതെന്ന്. ഞാൻ രാവിലെ 5:45 അവിടുത്തെ കുർബാന. അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ എന്താണ് ജോസി? ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് ഉറങ്ങാൻ പറ്റാനില്ല. എന്താ പറ്റി? എനിക്ക് പ്രാർത്ഥിക്കാൻ, ഞാൻ നാളെ വരുന്നാഴ്ച പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് നിനക്ക് ഒന്നും അറിയാൻ പാടില്ല, വായിക്കുമ്പോൾ തന്നെ അറിയാം അച്ഛാന്ന്. പിന്നെ എന്താ പറയുക സ്വർഗസ്നാപിത അറിയാം. പിന്നെന്താ അന്ന് പ്രാർത്ഥിച്ചോ? പിന്നെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ഈ ലോബയമ്മ ഇങ്ങനെ പിടിച്ച്, ഞാനുണ്ടെന്നിങ്ങനെ നെഞ്ചത്തല്ല അടിച്ച് ലോബയം പിടിച്ച് ഞാനും ഉണ്ടെന്ന്. പിറ്റേ ശനിയാഴ്ച വന്ന് പ്രാർത്ഥന പള്ളിയിൽ തുടങ്ങി. അങ്ങനെ പള്ളിയിലെ പ്രാർത്ഥന അങ്ങോട്ട് വിജയിക്കാൻ തുടങ്ങി, ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ ധ്യാനം വെച്ച് 10 കൺവെൻഷൻ. ആദ്യത്തെ കൺവെൻഷൻ ആൻ്റണി കോലഞ്ചേരി അച്ഛനാണ്. അപ്പോൾ സ്റ്റീഫൻ പഴമ്പാശ്ശേരി അച്ഛനോട് ഞങ്ങൾ ചെന്ന് അച്ഛൻ ഇഷ്ടംപോലെ ആളുണ്ടാകുമെന്നാണ് ദർശനം കാണുന്നതെന്ന് പറഞ്ഞ് ജോസഫേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ പ്രദേശം സൗദി മുഴുവൻ ഇളകി വന്നാൽ ആ വാക്ക് എൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കണേ, ഇളകി വന്നാലും നമുക്കിവിടെ ഒരാൾ മാനസാന്തരപ്പെടണം, അതാ സ്വർഗരാജ്യം എന്ന് പറയും. അതിന്ന് എൻ്റെ കാതിൽ ഒരാളെ തിരക്ക് പിടിക്കണം എന്നുള്ള ആ വാക്ക് അന്ന് ഇഷ്ടംപോലെ ആളുകൾ ഇതിൽ വന്ന്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഓരോരുത്തർ ധ്യാനത്തിന് ഇങ്ങനെ വീണേ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉപ്പാണി അച്ഛൻ്റെ ഒരു യുവജനങ്ങളുടെ ധ്യാനം വെക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ച്. മുണ്ടമേരി പള്ളി അച്ഛനൊരു ധ്യാനം കൊണ്ടുവന്ന് വെച്ച് അച്ഛൻ്റെ ധ്യാനത്തിൽ എനിക്കൊരു തോന്നൽ പിള്ളേരെ ധ്യാനിപ്പിക്കണം. അങ്ങനെ കൂട്ടായ്മകൾ വേണം, ആണുങ്ങളുടെ കൂട്ടായ്മ, ആരോഗ്യമാത പ്രാർത്ഥന, അതാണ് കൺവെൻഷൻ ഗ്രൂപ്പ്. ഈ വീട്ടിൽ നടക്കുന്ന ആരോഗ്യമാത ജപമാല ഗ്രൂപ്പ്. അങ്ങനെ 2 പേരിട്ടാണ്. അങ്ങനെ അതിന് 300ഓളം പിള്ളേരെ ഞങ്ങൾ തിരക്കി പിടിച്ചെടുത്ത്. ഞങ്ങൾ ആണുങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയിട്ട് 300ഓളം പേര് അച്ഛൻ വന്ന് ഭയങ്കര. അവസാനം 300ഓളം പിള്ളേരിങ്ങനെ പറന്ന് നടന്ന്, കള്ളിനും കഞ്ചാവിൻ്റെയും പൊട്ടിപ്പോയി സൗദിയിൽ ഇങ്ങനെ പറന്ന് നടന്നു. അങ്ങനെ ആ പിള്ളേർ അങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛനുമായിട്ട് പിന്നെ അച്ഛൻ എല്ലായിടത്തും മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകും. പിന്നെ അച്ഛൻ്റെ കൂടെ ഉള്ള ശുശ്രൂഷയിലേക്ക് അങ്ങനെ പോയി. പിന്നെ അച്ഛൻ അങ്ങനെ പിന്നെ അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ ഇവിടെ പള്ളിയിൽ ഈ കൺവെൻഷൻ 7ാമത്തെ കൺവെൻഷന് പിന്നെ ക്രിസ്റ്റോഫർ അച്ഛനാണ് വീട്ടിൽ പ്രാർത്ഥന ജപമാലയിൽ പ്രാർത്ഥിച്ചു ശക്തി കിട്ടട്ടെന്നും പറഞ്ഞ് അനുവദിച്ച് തന്ന് വീട്ടിൽ ഒരു മെയ്ക്ക് സെറ്റ് വാങ്ങിച്ച് തന്നിട്ട് വെഞ്ചരിക്കും. ആ മെയ്ക്ക് സെറ്റ് വാങ്ങിച്ച് തന്ന നമ്മുടെ കൂട്ടായ്മയിൽ ഇങ്ങനെ വന്നിട്ട് തൂങ്ങിച്ചാകാൻ പോയ ഒരു വ്യക്തിയാണ്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയാളും ഭാര്യ എല്ലാവരും വിദൂരത്ത് പോയി കഴിഞ്ഞിട്ട് അയാളുടെ പേരിൽ ഞങ്ങൾക്കൊരു മെയ്ക്ക് സെറ്റ് മേടിച്ചു തന്നു. ഒത്തുചേർന്നുള്ള പ്രാർത്ഥനയും ജപമാല നിർമ്മാണവും വഴി ഇവർ ഈ സുവിശേഷ വേലയിൽ പങ്കുചേരുന്നു. കുർബാനയുടെ അനുഭവത്തെക്കുറിച്ച് ഇദ്ദേഹം നൽകുന്ന ചിന്തകൾ അനേകർക്ക് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിക്ക് പ്രയോജനമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ചാലപ്പുഴ രൂപതയുടെ കീഴിൽ ഉള്ള ഈ സൗദി ആരോഗ്യമാതാ ഇടവകയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കുചേരുന്ന ഒരാളാണ് ജോസഫ് ഏട്ടൻ. അദ്ദേഹം ഒരു ആരോഗ്യമാതാ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അതാത് തലങ്ങളിലിരുന്ന വൈദികരുമായിട്ട് സഹകരിച്ചുകൊണ്ട് വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണെങ്കിലും ആത്മാവിൻ്റെ നിറവിലുള്ള പ്രാർത്ഥനകളാണൊക്കെ വളരെ സജീവമായിട്ട് പങ്കുചേർന്നു. ഒരുപക്ഷെ
സഭയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് ഇങ്ങനെയുള്ള നന്മ നിറഞ്ഞ ആത്മായ പരിശുദ്ധരാണ്. അത്തരണത്തിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷിക്കാൻ പറ്റുന്നത് ജോസഫേട്ടൻ്റെ ഈ സാന്നിധ്യമാണ്. പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്കും മറ്റെല്ലാ പ്രവർത്തന മേഖലകളിലും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ് ബ്രദറിൻ്റേത്. ഏതാവശ്യങ്ങൾക്കാണെങ്കിലും നമ്മൾ ഓടി ചെല്ലുമ്പോഴും ബ്രദറിൻ്റെ സാന്നിധ്യവും അനുഗ്രഹം പ്രാർത്ഥനയൊക്കെ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും. ഇപ്പോൾ ദേവാലയത്തിനോടായാലും ദേവാലയത്തിലെ ശുശ്രൂഷയിലൊക്കെ വളരെയേറെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് എന്നെ നയിച്ചത് ബ്രദർ തന്നെയാണ്. ഞാൻ ജീവിതത്തിൽ വളരെയേറെ ദുഃഖഭാരത്തിലും കഷ്ടതയിലും ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. യാദൃശ്ചികമായാണ് ഞാൻ 2004 ഈ ജോസഫ് ബ്രദറുമായിട്ട് കണ്ടുമുട്ടാനിടയായത്. ദൈവം എന്നെ ഒത്തിരി മാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും വിശുദ്ധ ബലിയിൽ എങ്ങനെ പങ്കാളിത്തം ഉണ്ടാകണമെന്നും ബ്രദർ എന്നെ പഠിപ്പിക്കുകയുണ്ടായി. ദൈവം ഞങ്ങളെ ഒത്തിരി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഒത്തിരി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രോഗികളെ സന്ദർശിക്കുമെന്ന് പറഞ്ഞല്ലോ, ഇത് ഏത് രീതിയിലാണ് രോഗികളെ സന്ദർശിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതെന്ന് പറയാമോ? രോഗികളൊക്കെ ഓരോ വീടുകളിൽ ഇപ്പോൾ രോഗികളായിട്ട് കിടക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കാൻ വിളിക്കും. അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് വെച്ചും അവരോട് ധ്യാനം കൂടാൻ പറയും. ധ്യാനം കൂടിയിട്ട് പാപമോചനം കിട്ടിയാൽ നിങ്ങൾ രോഗം സൗഖ്യമാകും. രണ്ടേയും കാലൊക്കെ സുഖമായത് ഇങ്ങനെ. എന്നിട്ട് ആ രോഗികളെയൊക്കെ ശനിയാഴ്ച രോഗികൾക്ക് മാത്രം മാറ്റി വെച്ചേക്കണേ. ഞായറാഴ്ച ശനിയാഴ്ച പള്ളിയിലെ പ്രാർത്ഥന, ഞായറാഴ്ച ഇവിടെയെല്ലാം ദൂരെയൊക്കെ എൻ്റെ അടുത്ത് വന്നവരൊക്കെ അവിടെയൊക്കെ ചെന്ന് ആ രോഗികളെയൊക്കെ ചെന്ന് ആസ്പത്രികളിലൊക്കെ ചെന്നേച്ചും അവരെ ഒരുവിധം പൊക്കി എടുത്തേച്ചും ധ്യാനം കൂടാൻ ചിറ്റൂരേക്ക് കിടക്കും. ചിറ്റൂരെന്ന് പറയുന്ന എൻ്റെ വിശ്വാസമാണ്, അതൊരു കുമ്പസാരക്കൂടായിട്ടാണ് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടേക്കുന്നത്. അത്ര ഭയങ്കര പവറാണ് അവിടുത്തെ ആദ്യം. അങ്ങനെ ആ വീട്ടിൽ നിന്ന് പിന്നെ ജപമാല കെട്ടാൻ തുടങ്ങി. അവർ എല്ലാം ഞങ്ങളുടെ വാർഷികം ഒക്ടോബർ 4-ാം തീയതി അല്ലെ 2-ാം തീയതി വരും. ആ ദിവസങ്ങളിൽ വാർഷികത്തിന് 1000 ജപമാലയും 500 കാശുരവും ചെറുതുമൊക്കെ ഒരുക്കി ഞങ്ങളൊരു റാലിയായിട്ട് പള്ളിയിൽ ചെന്ന് കുർബാന ഇതിൽ സമർപ്പിച്ച് അവിടെ നിന്ന് വന്നിട്ട് എല്ലാവർക്കും ഇത് പങ്കിട്ട് കൊടുത്ത് അന്നത്തെ പ്രാർത്ഥന ഒരു സ്നേഹവിരുന്നും കൊടുത്ത് അങ്ങനെ ഇതിപ്പോൾ 13-ാമത്തെ വർഷവും കഴിഞ്ഞ്. പിന്നെ ഒത്തിരി രോഗികളാണ്. പിന്നെ അതിനേക്കാൾ ഉപരി കുർബാനയെക്കുറിച്ച് ഞാൻ ഒരു ക്ലാസ് കൊടുക്കും മാസത്തിൽ. ഈ ആൾക്കാരെയൊക്കെ കിട്ടി കഴിയുമ്പോൾ പറയാം, മക്കളെ നിങ്ങൾ പള്ളിയിൽ പോകണത് എന്താണെന്ന് അറിയണം. വിശുദ്ധിയെക്കുറിച്ചും പിന്നെ സഭയെക്കുറിച്ചും അതിലേക്ക് കുറച്ച് ക്ലാസ് തങ്കച്ചായ പിന്നെ അവിടെ ചാലപ്പുഴ വെച്ച് കിട്ടിയ സഭയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് 24 സ്വയാശ്ര ഗ്രൂപ്പ് എന്നൊക്കെ അതൊക്കെ ക്ലാസ് ഞാൻ അന്ന് തന്നെ എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചേക്കണേ. അങ്ങനെ അതൊക്കെ കൊടുത്ത് ഒരു ക്ലാസ് എല്ലാ മാസത്തിൻ്റെ ആദ്യ ബുധനാഴ്ച രാവിലെ 9:30 വേണമെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് തീരുവുള്ളൂ. വിശുദ്ധി, അപ്പം മുറിക്കൽ, വചനം മുറിക്കൽ, 3 സെക്ഷനായിട്ട്. അതോടുകൂടി ഈ ജപമാല ഗ്രൂപ്പിൻ്റെ ആ വാതിക്ക് അമ്മയുടെ ഇത് സമർപ്പിച്ച വീടിൻ്റെ വാതിക്ക് വന്ന പള്ളിയിലുണ്ടാകും. ഒരു അന്ത്രോസിൻ്റെ ജോലിയാണ് പള്ളിയിൽ എത്തിച്ചു കൊടുക്കുക ആൾക്കാരെ. ഇത്രമാത്രം തൻ്റെ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷം സമയവും കർത്തൃവേലയ്ക്കായി മാറ്റിവെക്കുവാൻ കൃപ ലഭിച്ച ജോസഫേട്ടനെ പരിചയപ്പെട്ടതിലേറെ സന്തോഷമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും യാതൊരു ശുശ്രൂഷയും ചെയ്യാതിരിക്കുന്ന അനേകരുടെ മനസാക്ഷിയിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്താൻ ഇടയാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഹൃദയമുള്ള ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ഇദ്ദേഹത്തിൻ്റെ പരിമിതികൾ വളരെയധികം സാഹചര്യങ്ങളുള്ളവരുടെ മനസാക്ഷിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചലനം ചെറുതല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോസഫേട്ടൻ്റെ അനുഭവം വളരെയധികം പേർക്ക് ഉപകാരപ്രദമാകട്ടെ. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അഭിഷേകം എപ്രകാരം ഒരു കൂട്ടായ്മയ്ക്ക് കരുത്തു പകരുന്നുവെന്ന് നാം ദർശിക്കുന്നു. സമൂഹത്തിലെ ചെറിയ വ്യക്തികളിലൂടെ കർത്താവ് ചെയ്യുന്ന വൻ കാര്യങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് എത്രയോ കരുത്താകുന്നുവെന്ന് നാം കണ്ടെത്തുന്നു. തളരാത്ത മനസ്സുമായി സുവിശേഷം ഹൃദയത്തിൽ തുളച്ചു കയറിയ മുറിവുമായി അനേകരെ കർത്താവിനു വേണ്ടി നേടാൻ ഇവർ സഞ്ചരിക്കുന്നു. ഏശയ്യ 40:31 ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അതെ, സമയം സമാഗതമാകുന്നു ആത്മാക്കളെ നേടുവാൻ. ഈ യുഗാന്ത്യകാലത്ത് നമുക്കും
നാഥൻ്റെ വേലയ്ക്കിറങ്ങാം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു